മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രണയിച്ചുകൊണ്ട് ഹബീബിന് ഒരുപാട് സ്വലാത്തുകൾ നാം ഇങ്ങനെ ഹദിയകൾ കൊടുത്തയച്ചാൽ തീർച്ചയാണ് നമ്മുടെ ആപത്ത് ഘട്ടങ്ങളിൽ മുത്തുനബിയുടെ സഹായം നമുക്ക് എത്തുമെന്നുള്ളത്. അവിടുത്തെ സഹായം നമുക്ക് ഏറ്റവും ആവശ്യമുള്ളത് നമ്മുടെ മരണസമയത്താണ്. ഞാനൊരു കഥ പറയട്ടെ. മഹാനായ സുഫിയാനു സൗരി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, അദ്ദേഹം കഅബം തവാഫ് ചെയ്യുന്ന സമയത്ത് ഒരു ചെറുപ്പക്കാരനും തവാഫ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ചെറുപ്പക്കാരനാണെങ്കിൽ ഫുൾ ടൈം സ്വലാത്തുകൾ മാത്രം ഉരുവിടുന്നുള്ളൂ. അങ്ങനെ സുഫിയാനി സൗരി റളിയല്ലാഹു അൻഹു ചോദിച്ചു, അല്ല, നിങ്ങളെന്താണ് കഅബം തവാഫ് ചെയ്യുന്ന സമയത്ത് പല അദ്കാറുകളും ഉണ്ടല്ലോ, അതൊന്നും ചൊല്ലാതെ ഫുൾ ടൈം സ്വലാത്തുകൾ മാത്രം ചൊല്ലാനുള്ള കാരണം എന്താണ്? അപ്പോൾ മഹാനവറുകളോട് ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, ഞാനും എൻ്റെ പിതാവും ഹജ്ജിന് പുറപ്പെട്ടതായിരുന്നു. വഴിയിൽ വെച്ച് എൻ്റെ പിതാവ് മരിച്ചു. പിതാവ് മരണപ്പെട്ടപ്പോൾ ആ പിതാവിൻ്റെ മുഖം പെട്ടെന്ന് കറുത്ത് കരിങ്കട്ടയായി, കണ്ണ് നീലിച്ചു, വയറാണെങ്കിലോ വീർത്തു വന്നു. ഞാനാകെ പേടിച്ചുപോയി. എന്നെ സഹായിക്കാൻ ആരുമില്ല, വിജനമായ സ്ഥലമാണ്, എന്തു ചെയ്യും? യാത്രാക്ഷീണം കൊണ്ട് ഞാൻ ഉറങ്ങിപ്പോയി. ആ സമയത്ത് ഉറക്കിൽ ഞാനൊരു സ്വപ്നം കണ്ടു. വെള്ള വസ്ത്രധാരിയായ സുഗന്ധം അടിച്ചു വീശുന്ന ഒരാൾ എൻ്റെ വാപ്പയുടെ ചാരത്ത് വരുന്നു. എന്നിട്ട് വാപ്പയുടെ മുഖം തടവി, പിന്നെ വയറും തടവി, അങ്ങനെ ശരീരം തടവി. ഞാൻ വാപ്പയിലേക്ക് നോക്കുമ്പോൾ വാപ്പയുടെ മുഖം പ്രകാശിക്കുന്നു, പൂർവ്വസ്ഥിതിയിലേക്ക് വരുന്നുണ്ട്, വയറും തദൈവ. അപ്പം ഞാൻ ചോദിച്ചു, അങ്ങ് ആരാണ്? അപ്പം എന്നോട് പറഞ്ഞു, ഞാനാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് എന്നോട് പറഞ്ഞു, നിങ്ങളെ വാപ്പ ഒരുപാട് തെറ്റുകുറ്റങ്ങൾ ചെയ്യുന്നതാണ്, പക്ഷേ എന്നിലേക്ക് ഒരുപാട് സ്വലാത്തുകൾ, ധാരാളം സ്വലാത്തുകൾ ചൊല്ലിക്കൊടുത്തയക്കാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ വന്നത്. എൻ്റെ പേരിൽ ധാരാളം സ്വലാത്ത് ചൊല്ലുന്നവർ അവരാരോ അവരുടെ വിഷമഘട്ടങ്ങളിൽ ഞാൻ വരുമെന്ന്. അത് മുത്തുനബി പറഞ്ഞപ്പോൾ പിന്നീട് ഞാൻ ഇരുത്തത്തിലും നടത്തത്തിലും എല്ലാ സമയവും ഞാൻ സ്വലാത്തുകൾ ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞാൻ സ്വപ്നത്തിൽ നിന്ന് ഞെട്ടിയെണീറ്റു. ഞാൻ വാപ്പയുടെ ചാരത്ത് പോയി നോക്കി. വാപ്പയുടെ മൂടുപടം എടുത്തു നോക്കിയപ്പോൾ വാപ്പ പൂർവ്വസ്ഥിതിയിലേക്ക് എൻ്റെ പിതാവ് മാറിയിരിക്കുന്നു. ഒരു കുഴപ്പവുമില്ല. അതാണ് ഇപ്പോൾ ഞാൻ സ്വലാത്ത് ചൊല്ലാനുള്ള കാരണമെന്ന് സുഫിയാനു സൗരി റളിയല്ലാഹു അൻഹുവിനോട് ആ ചെറുപ്പക്കാരൻ പറയുകയാണ്. ആ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹായം എനി ടൈം നമുക്ക് ഇരുലോകത്തും അള്ളാഹു നൽകുമാറാവട്ടെ. പ്രത്യേകിച്ച് മരണസമയം അള്ളാഹു നമ്മുടെ കാക്കിബത്ത് നന്നാക്കി തരുമാറാവട്ടെ. ആമീൻ. ഇൻഷാ അല്ലാഹ് വീണ്ടും കാണാം. അതുവരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.